കേട്ടെ കൺമണി മോളെ? എനിക്കറിയത്തില്ല അമ്മൂമ്മ എന്തുവാ സൗണ്ട് കേട്ടേന്ന്. എനിക്ക് പേടി വരുന്ന പുറത്ത് നിൽക്കുന്ന പ്രേതത്തിന്റെ ഏതാണ്ട് വേലയാ. ശരി കൺമണി മോളെ, ആ പ്രേതത്തിന്റെ ഏതാണ്ട് വേലയാന്ന് തോന്നുന്നു. ഉറപ്പായിട്ട് ഇത് പ്രേതത്തിന്റെ കളി തന്നെയാ. അമ്മൂമ്മ പ്രേതം നമ്മളെ പിടിച്ച് വിഴുങ്ങോ? പക്ഷെ മോളെ, നമ്മളാണെങ്കിൽ ആ പ്രേതത്തിനെ കണ്ടില്ലല്ലോ വലുതാണോ ചെറുതാണോന്ന്. പ്രേതങ്ങളൊന്നും പിടിച്ചു വിഴുങ്ങുന്നില്ല, പറയാൻ പറ്റത്തില്ല പിടിച്ചു വിഴുങ്ങില്ലെന്ന്. എന്റെ ഭഗവാനെ, കഥവും തുറന്ന് ആരും വരുന്നുണ്ടോ? ഞാൻ കഥ കുട്ടികളെ മറന്നുപോയി. അമ്മേ, കൺമണി മോളെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നോ? അല്ല, ഇതെന്ത് പറ്റി എല്ലാരും പേടിച്ചിരിക്കുന്നേ? എന്റെ തന്നി ഞങ്ങൾ പേടിച്ചു. ഞങ്ങൾ ഓർത്ത് പ്രേതോ കഥവും തുറന്നു വരുന്നേന്ന്. പ്രേതോ? അതെന്തിന് കുറെ നേരമായിട്ട് ഒരാളാണെങ്കിൽ കഥന്റെ വെളിയിൽ നിന്ന് കഥ തുറക്കുന്നു പറഞ്ഞ് ഞാൻ കുറെ പ്രാവശ്യം കഥ തുറന്നു നോക്കി, എന്നിട്ട് ആരെയും കണ്ടില്ല. അയാളുടെ ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ. എനിക്ക് എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. ഞാനാണെങ്കിൽ കഥവും കുറ്റിയിടാൻ മറന്നുപോയി. നിങ്ങൾ കഥ തുറന്നു വന്നപ്പോൾ ഞാൻ ഓർത്ത പ്രേതം കഥ തുറന്ന് അകത്ത് കയറുന്നതാണ്, പേടിച്ചു പോയി. അല്ല, നിങ്ങൾക്ക് സാധനം ഒന്നും കിട്ടിയില്ലേ? എന്താ പറയാനാ, സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ടേക്കുമായിരുന്നു. കാര്യം എന്താ? അതറിയത്തില്ലമ്മ, കാര്യം എന്താന്ന്. ഇനി ഞങ്ങളൊന്നും പേടിക്കണ്ടല്ലോ. അമ്മൂമ്മയെ കാണുമ്പോഴേ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. ഞാൻ ആ പ്രേതത്തിനെ ഇടിച്ച് ചമ്മന്തിയാക്കും. എനിക്ക് പേടിയാ പ്രേതത്തിനെ. കണ്ണ ഞാനും ഉണ്ട് നിന്റെ കൂടെ. എനിക്കും പേടിയാ പ്രേതത്തിനെ. എനിക്കും പേടിയാ. അപ്പോൾ എന്റെ കൂടെ അമ്മൂമ്മ മാത്രമേ ഉള്ളല്ലേ? അത് മതി. ആ പ്രേതം അകത്ത് കയറട്ടെ. ചവിട്ടി വെളിയിലോട്ട് എറി ഞാൻ. ഈ സൂപ്പർ കണ്ണന്റെ അടുത്തില്ല പ്രേതത്തിന്റെ കളി. ചവിട്ടി എറി ഞാൻ ആ പ്രേതത്തിനെ വെളിയിലോട്ട്. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അയാളാണോ അമ്മൂമ്മ പ്രേതം? ആ സൗണ്ടിന്റെ അടുത്തുള്ള ആളാ പ്രേതം. ബാ അമ്മൂമ്മ, നമുക്ക് പ്രേതത്തിനെ ചവിട്ടി എറിയാ. ഞാൻ ആദ്യം ഓടിച്ചെന്ന് കഥ തുറക്കാം. അമ്മൂമ്മ എന്റെ പുറകെ വരണം കേട്ടോ. ശരി മക്കളെ, ഞാനും അമ്മൂമ്മയും പോട്ടെ. നിങ്ങൾ അപ്പുറത്തെ റൂമിലെങ്കിലും പോയി കഥ അടിച്ച് കൂട്ടിയിട്ടിരുന്നു. കൺമണി മോൾക്ക് അമ്മയ്ക്കും തുമ്പിക്കും ഭയങ്കര പേടിയാ പ്രേതത്തിന്. നമ്മൾ രണ്ടുപേരും ഹീറോ ആകും ഇപ്പൊ. ശരി, ആ പ്രേതത്തിനെ ഇടിച്ച് ചമ്മന്തിയാണ്. ബാ മക്കളെ, കണ്ട നമുക്ക് ആ പ്രേതത്തിനെ നേരിടാൻ പോവാ. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ട്? കഥ തുറക്ക്. അമ്മൂമ്മ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ. ശരി മക്കളെ, അമ്മൂമ്മ എന്റെ പുറകെ വാ. എനിക്കുള്ള പരമാവധി സ്പീഡ് കൊണ്ട് ഞാൻ ഓടിച്ചെന്ന് കഥ ഓർക്കും കേട്ടോ. അമ്മൂമ്മയ്ക്ക് പറ്റുന്ന അത്ര സ്പീഡ് എന്റെ പുറകെ വാ. ഇന്നാ പിടിച്ചോ. ഇതെന്താ അമ്മൂമ്മ, നമ്മൾ ഇറങ്ങിയിട്ട് ആരും കാണാത്തേ? ഇതുപോലെ തന്നെ മക്കളെ മുമ്പേ ഞാൻ എന്നെ കഥ തുറന്ന് 2-3 പ്രാവശ്യം ചെന്ന് കഥ തുറന്ന് നോക്കി, ആരെയും കണ്ടില്ല. ഇതുപോലെ തന്നെയായിരുന്നു. ഇതെന്തോ നടക്കുന്നത് നമ്മുടെ വീട്ടിന്റെ ചുറ്റിൽ? എനിക്കറിയത്തില്ല മക്കൾ, ഇതെന്തോ നടക്കുന്നത്. എനിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. ഇതൊരു പ്രേതം ആരൊന്നും കണ്ടുപോലും ഇല്ലല്ലോ. ചിലപ്പോ പ്രേതത്തിന്റെ രൂപം കാണത്തില്ല, ചിലപ്പോ സംസാരിച്ചോണ്ട് മാത്രം ഇരിക്കുന്ന പ്രേതമായിരിക്കും അത്. രൂപമില്ലാത്ത പ്രേതം അത്. ഈ രൂപമില്ലാത്ത പ്രേതം നമ്മുടെ വീടിന്റെ അകത്ത് കയറുന്ന എന്ത് ചെയ്യും? എന്റെ അമ്മയെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കാണുന്ന പോലും ഇല്ല. ഇതെന്ത് പിശാചാണ് എന്തോ. അതെന്താ അമ്മൂമ്മ ഒരു സൗണ്ട്? ശരിയാണല്ലോ, അതെന്താ സൗണ്ട്? പ്രേതം. ഞങ്ങൾക്ക് ഭയങ്കര പരാതിയായിരുന്നല്ലോ എന്റെ രൂപം കാണാൻ പറ്റുന്നില്ലെന്ന്. ഇപ്പൊ ഞാൻ രൂപം കൊണ്ട് വന്നെന്റെ. അയ്യോ അമ്മൂമ്മയ്ക്ക് പേടി വരുന്നത്. ചെറുക്കാ, നീ പറയുന്ന കേട്ടു. നീ എന്നെ മുറ്റത്തിട്ട് വന്നിട്ട് ചവിട്ടി കയറുന്നു. ചവിട്ടി കയറാണ്ട് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ അകത്തിട്ട് കയറി പോലെ എനിക്ക് കുഴപ്പമില്ല. നിന്റെ ആക്കി പിടിക്കൂടെ ഞാൻ അകത്ത് കയറി വന്ന്. അന്തരിയും തുമ്പിയും കൺമണിമോളും ട്രിപ്പുണ്ട്. അമ്മമ്മ, നമുക്ക് ആ റൂമിലോട്ട് പോകാൻ പ്രേതം അകത്തുന്നതിന് മുമ്പ്. ശരി മക്കളെ, നമുക്ക് ആ റൂമിലോട്ട് പോവാം. അതെന്റെ തുമ്പിയുടെ കൺമണിമോളുടെ റൂമിൽ അമ്മ എല്ലാരും ഒളിച്ചിരിക്കുന്നത്. അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള റൂം. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ. പാ അമ്മൂമ്മേ. ശരി മക്കളെ, പേടി വരുന്നു. ഞാൻ അങ്ങനെ അകത്ത് കയറി. ഈ വീട്ടുകാർ ഈ വീട്ടിന്റെ എവിടെ ഒളിച്ചിരിപ്പുണ്ട്. അവരെല്ലാരും പിടിച്ച് വീഴുകയും തിന്നു ഞാൻ. അമ്മയൊക്കെ എന്ത്? ഞങ്ങൾ എവിടെയുണ്ട്? നിങ്ങളെ സൈഡിൽ കയറി ഒളിച്ചിരിക്കുവായിരുന്നു. പ്രേതത്തിനെ വല്ലതും കണ്ടോ? അതെ അമ്മ, ഞങ്ങളെ പ്രേതത്തിനെ കണ്ട്. എന്തൊരു രൂപമെന്നറിയോ, കണ്ടത്തിനെ പേടിച്ചു പറിക്കും. അതിന്റെ തലയാണെങ്കിൽ റെഡ് കളറിലെ കൊമ്പ് എന്താണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. പേടി വരുന്നു. നെഞ്ചിന്റെ ഭാഗത്തായിട്ട് വലിയ എന്തോ ഒരു സാധനം ഞാൻ തിളങ്ങിക്കുന്നു, വായും കണ്ണും. അപ്പുറം അതിന് 2 മുഖമുണ്ട്. തലയിലും ഒരു മുഖമുണ്ട്, പിന്നെ വയറിന്റെ നെഞ്ചിന്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗത്ത് ഒരു മുഖമുണ്ട്. മുഖമൊന്നും പറയാൻ പറ്റത്തില്ല, വരച്ചു വെച്ചതുപോലെ നീല കളറിൽ തിളങ്ങുന്നു. നീല അല്ലെന്ന് തോന്നുന്നു, വേറെന്തോ ഒരു കളറിൽ. അയ്യോ, ഞങ്ങൾ വല്ലതും ചെയ്തോ? ഇല്ലമ്മ, ഞങ്ങൾ അതിന് ഓടി രക്ഷപ്പെട്ട്. ഞാൻ കഥ കുറ്റിയിടാൻ മറന്നുപോയി. കഥ കുറ്റിയിട്ടെ. അല്ല, നിങ്ങൾ കഥ കുറ്റിയിട്ടില്ലേ? ഞങ്ങളത് പേടിച്ച് ഓടി വന്ന് ഇങ്ങോട്ട്. അപ്പൊ കഥ കുറ്റിയിടാനും മറന്നുപോയി. നമ്മ പെട്ടെന്ന് കഥ കുറ്റിയിട്. ശരി നന്ദിനി. ഞാനാണെങ്കിൽ കഥ അടച്ചിട്ട് ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട. അയ്യോ, സമാധാനമായി. അപ്പുറം അത് അകത്ത് കയറി കാണോ? ഇല്ല, എനിക്ക് അറിയത്തില്ല അപ്പുറം അത് അകത്ത് കയറിയില്ലെന്ന്. നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഞാൻ അകത്ത് കയറി. മര്യാദക്ക് ഈ കഥ ഓർക്കണം. നിങ്ങളെ വേദനിപ്പിക്കാതെ എല്ലാരും പിടിച്ച് വീഴുന്നു ഞാൻ. അല്ലാതെ ഞാൻ കഥ ചവിട്ടി പൊളിച്ച് വരുവാണെങ്കിൽ നിങ്ങൾ എല്ലാരും കടിച്ച് തിന്നു ഞാൻ. നിങ്ങൾ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എനിക്ക് തിന്നണം. എനിക്ക് വിശന്നിട്ട് പോയി. 1 വർഷത്തോളം ഞാൻ ആരെങ്കിലും തിന്നിട്ട്. 1 വർഷമായിട്ട് ഞാൻ ഒരു കുപ്പിക്കകത്ത് എന്നെ ഒരു മന്ത്രവാദി ആവാഹിച്ചു വെച്ചായിരുന്നു.
ഏതൊരു വെള്ളം അടിച്ചിട്ട് വന്ന ആളാ കുപ്പി തല്ലി പൊട്ടിച്ച് ഞാൻ പുറത്ത് വന്നത്. ഈ വഴി കൂടെ ഞാൻ പറഞ്ഞു വരുന്നു. അപ്പൊ എനിക്ക് നല്ല വീടാന്ന് തോന്നിയത് ഈ വീടാ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി. മര്യാദയ്ക്ക് കഥക് തുറക്കാനാ പറഞ്ഞ നിന്നോടൊക്കെ. അല്ലെങ്കിൽ ഈ മായാജാല പ്രേതം ആരെന്ന് കാണിച്ചു തരാം. നിന്റെ പേരാണ് മായാജാല പ്രേതം? അതെ, എന്റെ പേരാ മായാജാലം പ്രേതം. എനിക്ക് ദേഷ്യം വരുന്നു. കഥക് തുറക്കാന്ന് പറഞ്ഞാൽ തുറക്ക്. അല്ല, എനിക്ക് മനസ്സിലാത്ത നീ ആണെങ്കിലേ കുറെ പ്രാവശ്യം മുറ്റത്ത് ഇറന്ന് വിളിച്ചില്ല. അപ്പൊ ഞാൻ കുറെ പ്രാവശ്യം കഥ ഇറങ്ങി നോക്കിയില്ലേ. എന്നിട്ട് നിന്നെ എന്താ എനിക്ക് കാണാൻ പറ്റായിരുന്നേ? ആ സമയത്ത് ഞാനവിടെ നിൽപ്പുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണത്തില്ലായിരുന്നു. എന്റെ അമ്മ, ഞാനിപ്പോ കഥ തുറന്ന സമയത്ത് പ്രേതം അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഞാൻ കഥ തുറന്നേ. നിങ്ങളെ രൂപം എന്താ കാണാത്തെന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്റെ തനി രൂപം എടുത്തത്. നിങ്ങളെല്ലാരും പിടിച്ച് വിഴുങ്ങി തിന്നാൻ പോയി കഥ ചവിട്ടി പൊടിച്ചു വന്ന്. അയ്യോ ദൈവം, ഞങ്ങളൊന്നും ചെയ്യല്ലേ. പേടി വരുന്നു എന്റെ അമ്മേ. ഞാൻ വെറുതെ പ്രേതമേ നിന്നെ ചവിട്ടി എറിയെന്ന് പറഞ്ഞു. എന്നോട് ക്ഷമിക്കേ. ഞാൻ നിങ്ങൾ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും ഈ കഥ ചവിട്ടി പൊളിച്ച് നിങ്ങളെല്ലാരും പിടിച്ച് വിഴുങ്ങി ഞാൻ. മായാജാല പ്രേതം ഒരു വാക്ക് പറഞ്ഞ് അത് പാലിച്ചിരിക്കും. നമ്മൾ കുറെ പ്രേതത്തിനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇതുപോലത്തെ പേടിപ്പെടുത്തുന്ന പ്രേതത്തിന് ഞാൻ ആദ്യമായിട്ട് കാണും. എന്റെ അമ്മയെ പേടി വന്നിട്ട് അയ്യോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര പേടിപ്പെടുത്തുന്ന പ്രേതം. നമ്മൾ കുറെ പ്രേതത്തിന് കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ പ്രേതത്തിന് ആദ്യമായിട്ട് കാണുക. എല്ലാ പ്രേതം ഇതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന പ്രേതം. പക്ഷെ ഏറ്റവും പേടിപ്പെടുത്തുന്ന പ്രേതം ഇത് തന്നെ. എന്തോ ഇത്? എനിക്ക് വയ്യ, പേടി വന്നിട്ട് വയ്യ. ഞാനും അമ്മൂമ്മ മാത്രം ആ പ്രേതത്തിനെ കണ്ടു. നിങ്ങൾ ആരും കണ്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഞങ്ങൾ ആരും കണ്ടില്ല. അതൊരു പേടിപ്പെടുത്തുന്ന പ്രേതമായിരിക്കും അല്ലേ? പിന്നെ പേടിപ്പെടുത്തുന്ന പ്രേതമാണോന്ന് എന്റെ പോന്നെ പേടിച്ച് വരച്ച് ഞാനും കണ്ടു പേടിച്ച് വരച്ച്. ഞാനും കണ്ടു ഓടി അകത്തൊരു കഥ അടിച്ച് കുറ്റിയിട്ട്. അപ്പൊ ഇത് അകത്ത് കയറാൻ തോന്നുന്നു. പിന്നെ എങ്ങനെയാ പ്രേതം കഥവും തുറന്ന് കയറി വന്നേ? കഥ കുറ്റിയിട്ടായിരുന്നല്ലോ. അതുപോലെ ഈ പ്രേതം അകത്തോട്ട് കയറി വരുമോ? പുറത്തെ കഥ കുറ്റിയിട്ടിട്ട് പിന്നെ ആ പ്രേതം എങ്ങനെ അകത്ത് കയറി? അപ്പൊ ഈ മുറിയുടെ അകത്ത് കയറുമോ പ്രേതം? എനിക്ക് പേടി വരുന്നമ്മേ. അയ്യോ, പ്രേതം കഥ ചവിട്ടി പൊളിക്കാൻ നോക്കുവാ. അയ്യോ, പ്രേതം കഥ ചവിട്ടി പൊളിച്ചകത്ത് കയറി. നമുക്കെല്ലാവരും ഒരു കാര്യം ചെയ്യും, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓണം നമുക്ക് എങ്ങോട്ടേലും. ശരിയാ, പ്രേതത്തിന്റെ അടുത്തോട്ടാണെങ്കിൽ ഓടിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ. നീയൊക്കെ എവിടെ പോയാലും നിന്നെയൊക്കെ പിടിക്കാൻ വരൂടെ ഞാൻ. നീയൊക്കെ എവിടെ വരെ ഓടുന്നു ഞാൻ കാണട്ടെ. എല്ലാരും പെട്ടെന്ന് നടക്കും, നമുക്ക് എങ്ങോട്ടെല്ലാം പോവാ ഓടി. ആ പ്രേതമെല്ലാം പുറകിന് വരുന്നുണ്ടോ? ഇല്ല. പ്രേതം വരുന്നുണ്ടോ? ഇല്ല. പ്രേതം വരുന്നുണ്ടോ? ഇല്ല. ഓ ഭാഗ്യം, പ്രേതം വരുന്നില്ല. എന്റെ ഭഗവാനെ, രക്ഷപ്പെട്ടു. പ്രേതമൊന്നും വരുന്നില്ല പുറകിന്. നമുക്കെന്നാ എല്ലാവരും കൂടെ എങ്ങോട്ടെല്ലാം ഓടി പോവാം. സഹായത്തിന് ആരെങ്കിലും വിളിച്ചോണ്ട് വരാം നമുക്ക്. അത് ശരിയാ, നമുക്ക് സഹായിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും വിളിച്ചോണ്ട് വരാം. എല്ലാരും നടക്ക് പെട്ടെന്ന്. ആരെ സഹായത്തിന് കിട്ടുന്നില്ലല്ലോ. ഒറ്റ മനുഷ്യനെ കാണുന്നില്ലോ. നമ്മൾ കുറെ പേരെ വിളിച്ചല്ലോ സഹായത്തിന്. അവർക്കെല്ലാം പേടിയാണ് പ്രേതത്തിന്. ഇപ്പൊ ഇരുട്ടുപോയി, എന്ത് ചെയ്യും? ഏത് സമയത്താണ് ആ പ്രേതത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ കയറാൻ തോന്നിയത്? എന്തൊരു കഷ്ടം ഇത്. വെറുതെ വഴികൂടെ പോകുന്ന പ്രേതം എല്ലാം നമ്മുടെ വീട്ടിൽ കയറി ചായ കുടിച്ചിട്ടാ പോകുന്നേ. എന്റെ കൺമുന്നിപ്പോൾ മനുഷ്യനോട് ഒരു സീരിയസ് ആയിട്ട് കാര്യം പറയുന്നു. അപ്പൊ ചായ കൊണ്ട് വന്നേക്കുന്നു. അമ്മ ചുമ്മാതെ പറഞ്ഞതാ കേട്ടോ. രമേശേട്ടന്റെ ഫ്രണ്ട് പോകുന്നങ്ങോട്ട്. ശരിയാണല്ലോ, രമേശന്റെ ഫ്രണ്ട് അല്ലേ പോന്നേ? അതിന് ഈ ഫ്രണ്ടിനെ വിളിച്ചാൽ നമ്മളെ സഹായിക്കാൻ വരുമോ? പിന്നെ വിളിച്ചാൽ തീർച്ചയായിട്ടും വരും. രമേശിന്റെ കൂടെ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച കൂട്ടുകാരനത്. പിന്നെ നമ്മൾ വിളിച്ച് വരാതിരിക്കോ? രമേശേട്ടന്റെ ഫ്രണ്ടിന് നമ്മളെല്ലാരും അറിയാം. അമ്മേനെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ബാ, നമുക്ക് ആ ഫ്രണ്ടിനോട് സഹായം ചോദിക്കാം. ബാ, നമുക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം.